പ്രൈസറോ കർത്താവിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, അതിൽ 18-ാമത്തെ വാക്യം. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ചിന്തിക്കുന്ന ദൈവജനം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പത്മോസിലായിരിക്കുന്ന യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു ശക്തമായ അരുളപ്പാടാണ് നമ്മൾ വായിച്ചു കേട്ട ദൈവജനം. പ്രൈസലോ, ഈ ദൈവജനത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയെങ്കിലും നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് യേശു പത്രോസിനോട് സംസാരിക്കുന്നവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ താക്കോൽ ഉപയോഗിച്ച് യഹൂദന്മാർക്കും, ഹല്ലേലൂയ, അപ്പോസ്തലപ്രവൃത്തി 2:38 തൊട്ട് 42 വരെ വായിച്ചാൽ കാണാൻ കഴിയും, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെച്ച് ജാതികൾക്കും സ്വർഗവാതിൽ തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട 3000-ഓളം പേർക്ക് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്ന ശുശ്രൂഷയിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടി വന്നവർക്കും പത്രോസിന് കൊടുത്ത സ്വർഗരാജ്യത്തെ താക്കോൽ വെച്ച് ദൈവരാജ്യത്തെ താക്കോൽ സ്വർഗരാജ്യം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ കർത്താവ് ആരെയും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. ആ താക്കോൽ കർത്താവിന്റെ കൈവശമാണ്. അത് തന്റെ കൈകളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. താക്കോൽ അധികാരത്തിന്റെ പ്രതീകമാണ്. ചിലരെ മരണത്തിലേക്കും പാതാളത്തിലേക്കും അയക്കാനും ചിലരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ക്രിസ്തുവിന് അധികാരമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് യോഹന്നാനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നതിന്റെ മുഖ്യമായ സന്ദേശ ഉദ്ദേശം. ഹല്ലേലൂയ. അപ്പൊ സ്വർഗരാജ്യത്തെ താക്കോൽ പത്രോസിനെ ഏൽപ്പിച്ചുവെങ്കിലും മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ഭൂമി ജീവിക്കുന്ന നല്ലവരായ മനുഷ്യരുണ്ട്, ദുഷ്ടന്മാരായ മനുഷ്യരുണ്ട്. അപ്പൊ നല്ലവരായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നന്മ ചെയ്തതുകൊണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ മദ്യപിക്കാത്തത് കൊണ്ടോ അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ചല്ല. നല്ലവരായ ജനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനയും പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന, ഹല്ലേലൂയ, ദൈവജനത്തെ കുറിച്ചാണ് നല്ലവരായ ആളെന്ന് ഞാനിവിടെ പറഞ്ഞു. അവർ മരിക്കുമ്പോൾ അവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, സ്വർഗരാജ്യം തുറന്നു കൊടുക്കുവാനുള്ള താക്കോൽ കർത്താവിന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മാത്രമല്ല, പാപികളായി സകല ദുഷ്ടതയും സകല ജഡികതയും ചെയ്ത് സകല അസന്മാർഗീയമായ ജീവിതത്തിൽ ജീവിക്കുന്ന സകല ദുഷ്ടന്മാരും മരിക്കുമ്പോൾ അവരുടെ മരണത്തിന്റെയും അവർക്കുള്ള വഴിയും പാതാളത്തിന്റെ വഴിയും ആ താക്കോല് കർത്താവിന്റെ കരങ്ങളിലാണ്. അതവിടെ കർത്താവ് അതിന്റെ അധികാരം ഉപയോഗിക്കുന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമി മരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവരാജ്യത്തിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല. തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് വായിക്കുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിലുകളുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിലുകൾ ഉണ്ട്. ആ വാതിലുകളുടെ താക്കോൽ സാത്താന്റെ കൈകളിലായിരുന്നു ഇരുന്നത്. സാത്താൻ ആ താക്കോൽ കൈവശം വെച്ചിരുന്നത്. ആരെല്ലാം മരിച്ചാലും അവരെയെല്ലാം പാതാളത്തിലേക്ക് തള്ളി മുകളിലേക്ക് വരാത്ത വിധത്തിൽ അവരെ അടച്ചു പൂട്ടുന്ന പതിവ് സാത്താൻ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് എബ്രായ ലേഖനത്തിനകത്താണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിക്കുന്നു:
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതി അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പൊ സാത്താന്റെ ആധിപത്യത്തിലായിരുന്ന മരണഭീതിയിലും മരണത്തിന്റെയും അല്ലൊരിയ ഒക്കെ അധീനതയിൽ കിടന്നിരുന്ന അടിമകളായിരുന്ന ജനത്തെ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി അല്ലൊരിയ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശുവിന്റെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന അല്ലതമ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുക. അപ്പൊ മരണത്തിന്റെ അധികാരിയായ പിശാച് എന്ന് പറയുമ്പോൾ മരണത്തിന് പാപം കാരണമാണെന്ന് റോമാലേഖനം 6:21 പറയുന്നുണ്ട്. പാപം വന്നത് പിശാച് മൂലമാണ്. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സാത്താൻ മുഖാന്തരമാണ്. ഏദൻ പർദീസയിൽ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച് ദൈവത്തിന്റെ മക്കളായിരുന്ന ആദമിനെയും ഹവ്വയും പാപത്തിലേക്ക് തള്ളിയിട്ടത് സാത്താനാണ്. സാത്താൻ തന്ത്രശാലിയാണ്. ഏദൻ തോട്ടത്തിൽ അവൻ പാമ്പായിട്ടാണ് വരുന്നത്. പാമ്പ് അല്ലേരിയ അവൻ എന്ത് ചെയ്യുന്നു? ആദിമ മനുഷ്യനെ ആദമിനെ ഹവ്വയും പാപത്തിൽ തള്ളിയിട്ടു. അതുകൊണ്ടാണ് മരണത്തിന്റെ അധികാരിയായ പിശാചിന് ഇവിടെ ചിത്രീകരിക്കുന്നത്. മരണത്തിന്റെ അധികാരിയായ പിശാച് സാത്താൻ അവൻ പഴയ പാമ്പും മഹാസർപ്പമാണെന്ന് പറയുന്നത്. അല്ലേരിയ സ്തോത്രം. അപ്പൊ മരണഭീതി പാപത്തിന്റെ ഫലമാണ്. മരണഭീതി എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമാണ്. അത് സാത്താന്റെ കയ്യിൽ ഒരു ആയുധമാണ്. അപ്പം മരണഭീതി നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം സാത്താനുണ്ട്. അല്ലേരിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലേരിയ നമ്മൾ വായിക്കുന്ന 38:4 ഇയ്യോബിന്റെ 2:4 ഒക്കെ വായിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക്, കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചവർക്ക് മരണഭീതിയില്ല. പ്രൈസ്. മരിക്കാൻ അവർക്ക് ഭയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ മക്കളായി ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്ന ദൈവജനത്തിന് ഒരിക്കലും മരണഭീതിയില്ല. അല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15:55 അല്ലേലൂയ. ഫിലിപ്പി ലേഖനം 1:21 2 തിമോഥെയോസിന്റെ ലേഖനം 4:8 അത് രേഖപ്പെടുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും ഇനി പത്രം വായിക്കുക. അപ്പൊ തന്റെ മരണത്താൽ നീക്കി എന്നതിനെ ഗ്രീക്കിൽ കർത്താഗീസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതിനെ ദുർബലമാക്കുക എന്നാണ് അർത്ഥം. അത് കർത്താവിന്റെ മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുമാണ് സാധിച്ചത്. അങ്ങനെയാണ് മരണത്തിന്റെ അധികാരിയായിരുന്ന അല്ലേലൂയ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്ന സകല ജനത്തെയും വിടുവിച്ച് ദൈവം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമാക്കി. ഇപ്പൊ സാത്താൻ ആധിപത്യമൊന്നുമില്ല, സാത്താൻ അധികാരമൊന്നുമില്ല. അവരിന്ന് വെറും പൊട്ടനെ പോലെ ഊടാടി നടക്കുക. സാത്താനെ ആരാധിക്കുന്നവരുണ്ട്, സാത്താന് പൂജ നടത്തുന്നവരുണ്ട്, സാത്താനെ ദൈവമായിട്ട് വെച്ച് കൊണ്ടു നടക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതം പറഞ്ഞാൽ അധോഗതി പിടിച്ച ജീവിതമാണ്. അല്ലേലൂയ. രക്തം ചെയ്യും. ഈ കാലഘട്ടത്തിലും മനുഷ്യന് ദൈവം സുബോധത്തിന്റെ ആത്മാവിനെ തന്നു, പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ തന്നു, വിവേകത്തിന്റെ ആത്മാവിനെ തന്നു. മനുഷ്യന്റെ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയാനുള്ള ബോധം തന്നു. എന്നിട്ടും ഇന്നും സാത്താനെ ആരാധിക്കുന്ന അനവധി ആളുകളുണ്ട്. അല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ജനം ഒരിക്കലും വഞ്ചിതരായി തീരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുക. അങ്ങനെ പാപത്തിന്റെ വഞ്ചനയിൽ കുടുങ്ങിക്കിടന്ന് സാത്താന്റെ അടിമത്തത്തിലായിരിക്കുന്ന മരണഭീതിയിലായിരുന്ന ഒരു വലിയ കൂട്ടം ജനത്തെയാണ് യേശുക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്താൽ വിടുവിച്ച് മരണഭീതിയിലായിരുന്ന മരണത്തിനടിമകളായിരുന്ന ജനത്തെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവന്നത്. അവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. അവരാണ് ദൈവരാജ്യത്തിന്റെ അവകാശികൾ. അല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന, പാപത്തിന് അധീനരായി ജീവിക്കുന്ന, അല്ലേലൂയ, പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യമായ നരകത്തിലായിരിക്കും. പിശാച് ഓരോ ദിവസവും വരെ മരണഭീതിയിൽ ഇട്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും.
ആമീൻ ഓരോ ദിവസവും ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കും. ആമീൻ ജീവിതത്തെ ക്രമസമാധാനമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കും സാത്താൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, മരണത്തിന്റെയും അല്ലെങ്കിൽ പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആത്മരക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ, ആമി സ്തോത്രം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന ജനത്തെ വിടിവിച്ചതുപോലെ നിങ്ങളെ ആ മരണഭീതിയിൽ ദൈവം വിടിവിക്കും. പ്രൈസലോ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ മക്കളായി മരണഭീതിയിൽ നിന്ന് വിടിവിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കണം. അതാണ് ഈ വെളിപ്പാട് പുസ്തകമൊക്കെ 1-ാം അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെല്ലാം. നിങ്ങൾ ആ ഭാഗമെല്ലാം നിരന്തരമായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാവിൽ നിറഞ്ഞുള്ള സന്തോഷത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവില് നമുക്ക് ഈ വേദഭാഗം നൽകി തരുന്നത് നമ്മൾ ചിന്തിച്ചാൽ, ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പാപ സ്വഭാവങ്ങളെ നീ നീക്കിക്കളഞ്ഞ് മരണത്തിനടിമയായി, പാപത്തിനടിമയായി, പിശാചിനടിമയായി നീ ജീവിക്കാതെ ദൈവരാജ്യത്തിൽ നീ സ്വതന്ത്രമായി വസിക്കുവാൻ, ദൈവസന്നിധി സ്വതന്ത്രമായി വസിക്കുവാൻ വേണ്ടി കർത്താവിനെ നീ രക്ഷകനായി സ്വീകരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന മരണത്തിനും പാതാളത്തിനും വാതിലുകളുണ്ട്. ആ വാതിലുകളുടെ താക്കോൽ സാത്താന്റെ കൈവശമായിരുന്നു. ആരെല്ലാം മരിച്ചാലും അവരെല്ലാം പാതാളത്തിലേക്ക് കൊണ്ടുപോയി അടച്ചുപൂട്ടി മുകളിലേക്ക് വരാത്ത വിധത്തിൽ അവരെ എന്നേക്കും പാതാളത്തിൽ സൂക്ഷിച്ചിരുന്ന സാത്താൻ താക്കോൽ അവന്റെ കൈവശം. എന്നാൽ യേശുവിന്റെ മരണത്തിലൂടെ സാത്താന്റെ തലയെ തകർത്ത്, ഹല്ലേലൂയ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവ് കൈവശമാക്കി. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പാതാളത്തിലേക്ക് ഇറങ്ങി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങി, സാത്താന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി യേശു. ഹല്ലേലൂയ. ഇപ്പൊ സാത്താന്റെ കയ്യിൽ ഒന്നുമില്ല, അവന്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ആമേലി ദൈവരാജ്യത്തിന്റെ താക്കോൽ, ഹല്ലേലൂയ, അവരുടെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ വേദപുസ്തകത്തിലൊന്നുമില്ല കേട്ടോ, വേദപുസ്തകമില്ല. ദൈവരാജ്യത്തിന്റെ താക്കോൽ ദൈവം തന്റെ സഭയ്ക്ക് അതൊരു അധികാരത്തിന്റെ ചിഹ്നമായി നൽകുക. കാരണം പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ, പാപികൾക്ക് മാനസാന്തര സുവിശേഷം നൽകി കൊടുക്കുമ്പോൾ, രക്ഷയുടെ വചനം കൊടുക്കുമ്പോൾ, ആ മനുഷ്യൻ തന്റെ പാപത്തിനകത്ത് ബോധ്യം വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം പിതാവുമായി സ്വീകരിക്കുമ്പോഴേ അവർക്ക് ദൈവരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് സ്വർഗരാജ്യം തുറന്നു കിട്ടിയ പെന്തക്കോസ്ത് നാളിലെ പോലെ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്നതുപോലെ, ലുദിയയുടെ മാനസാന്തരം പോലെ അനേകർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ള അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ താക്കോൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവജനത്തെ, ദൈവസഭയുടെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ താക്കോൽ എല്ലാവരുടെയും കൈവശമൊന്നുമില്ല, എല്ലാ മതങ്ങളുടെ കൈവശമൊന്നുമില്ല. ചില മതപുരോഹിതന്മാരും മതങ്ങളും പറയുന്നത് ഈ താക്കോൽ ഇന്ന് ഞങ്ങളുടെയിലാണെന്നാണ്. അത് വെറും ഫോഷ്ക്ക് വിളിച്ച് പറയുന്നതാണ്. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഈ താക്കോലിന്റെ അധികാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പാതാളത്തിൽ ബദ്ധന്മാരായി വെച്ചിരുന്ന പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ വീണ്ടെടുത്തു ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി, അവരെ പർദീസയിലേക്ക് കൊണ്ടുപോയി. പാതാള പർദീസയിലായിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ മുഴുവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ, ഹല്ലേലൂയ, മരണ അടക്ക ഉയർപ്പിനോടുകൂടി ആ പാതാള പർദീസയിൽ നിന്ന് അവരെ വിടുവിച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അവിടെ രേഖപ്പെടുത്തി എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അവിടെ കാണുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഏക ഉദ്ധരണിയാണ് ഈ വാക്യം. എന്നാൽ സങ്കീർത്തന പുസ്തകത്തിലും, ഹല്ലേലൂയ, ഒക്കെ കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനം 68:18 വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദാനങ്ങളെ കൊടുത്തു എന്നും ഇസ്രായേലിന്റെ ശത്രുക്കളെ മേലുള്ള ഒരു വിജയഗാനമായിട്ടാണ്
ഈ വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പ്രവചനമായി ഇതിനെ സ്വീകരിക്കുക. അപ്പം വിജയിച്ച രാജാവ് കൊള്ള മുതൽ സ്വരാജ്യത്തിന് വേണ്ടി തന്റെ ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന രാജാവ് എന്ത് ചെയ്യും? കിട്ടിയ കൊള്ള മുതൽ മുഴുവൻ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്റെ ജനത്തിന് വേണ്ടി വീതിച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് വിജയശ്രീലാളിതനായ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് പാപത്തിൽ വീണ് കിടന്ന മനുഷ്യനെ തന്റെ ക്രൂശിലെ മരണത്തിലൂടെ വിടുവിച്ച് മരണഭീതിയിലായിരുന്ന ജനത്തെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശം കൊടുത്ത് സാത്താന്റെ കൈവശമിരുന്ന താക്കോൽ പിടിച്ചു വാങ്ങി കർത്താവ് എന്ത് ചെയ്തു? ഒരു കൂട്ടം ജനത്തെ വിടുവിച്ചു. അങ്ങനെ വിജയശ്രീലാളിതനായ ദൈവം കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെയും മറ്റ് ദാനങ്ങളെയും തരുന്നു എന്നാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാനങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലേ, അപ്പൊ ചിലർ വിജയിച്ചു വരുമ്പോൾ ദാനങ്ങൾ നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്രൈസലോ. എന്നാൽ കർത്താവ് അത് ചെയ്തില്ല. പിശാചിന്റെ ശക്തിയെ ജയിച്ചുയർത്ത കർത്താവ് മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടിവിക്കുക ചെയ്തത്. പ്രൈസലോ. അപ്പം വിജയശ്രീലാളിതനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ തന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുകൂടി സാത്താന്റെ തലയെ തകർത്ത് അവന്റെ കൈവശമുള്ള താക്കോൽ പിടിച്ചു വാങ്ങി വിജയശ്രീലാളിതരായി വന്ന കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് നൽകുക, സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങളെ ദാനമായിട്ട് നൽകുക. ഹല്ലേലൂയ. അപ്പൊ യേശു സാത്താനെ ജയിച്ചു എന്ന് മാത്രമല്ല, അവൻ അടിമകളായിരുന്ന ബദ്ധന്മാരെ പിടിച്ച് കരകയറ്റുകയും ചെയ്തു. അപ്പൊ സാത്താന്റെ തലയെ തകർക്കുകയും ചെയ്തു. സാത്താന്റെ അടിമകളായിരുന്നവരെ സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ ഇവിടെ പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണെന്നും അവരെ പാതാളത്തിൽ നിന്നും പർദീസിലേക്ക് കൊണ്ടുപോയ കാര്യമാണെന്നും പല വ്യാഖ്യാനങ്ങളിലും കാണുവാനും കഴിയും. എങ്ങനെ നമ്മൾ ചിന്തിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. മരണഭീതിയിലായിരുന്ന ജനത്തെ, പാപത്തിനടിമകളായിരുന്ന സകല ജനത്തെയും, സാത്താന്റെ അധീനതയിലായിരുന്ന ജനത്തെ യേശുക്രിസ്തു സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് നമുക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ തന്ന്, ദൈവരാജ്യത്തിന്റെ ദാനങ്ങളെ തന്ന്, പരിശുദ്ധാത്മാവിനെ തന്ന് സ്വർഗീയ പാർദീസയെ കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. പ്രൈസലോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള കർത്താവ് പറയുക, നിന്റെ പാപ സ്വഭാവങ്ങളെ വിട്ട്, നിന്റെ ശാപങ്ങളെ വിട്ട് ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിലേക്ക് നീ പോകാതെ, സാത്താൻ അടിമയായി തീരാതെ നീ ദൈവത്തിന്റെ മകനായി മാറണമെന്ന്. പ്രൈസലോ. നീ ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറണം. യേശു നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറണമെന്ന്. നീ ദൈവത്തിന്റെ മകനായി സ്വർഗരാജ്യത്തിൽ എന്നേക്ക് നീ ഉണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. പ്രൈസലോ. എന്നാൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന സകല മനുഷ്യനെയും ദുഷ്ടനായ പിശാച് കാപട്യത്തിലൂടെ മയക്കിയെടുത്ത് അവനാണ് ദൈവമെന്ന് പറഞ്ഞ്, സാത്താനാണ് ദൈവമെന്ന് പറഞ്ഞ് അവനെ പിന്തുടരുവാൻ, അവനെ അനുഗമിക്കാൻ വലിയ കൂട്ടം ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വലിയ കൂട്ടം ജനം എന്ത് ചെയ്യുന്നു? സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സകല മനുഷ്യരും ഹല്ലേലൂയ ജീവിതത്തിൽ സമാധാനം എന്തെന്നറിയാതെ, സന്തോഷം എന്തെന്നറിയാതെ, സ്വസ്ഥത എന്തെന്നറിയാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കുടുംബത്തിനകത്ത് അരാജകങ്ങൾ കൊണ്ട് നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വത്തെ മാറ്റി, സാത്താന്റെ ആധിപത്യത്തെ മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സ്വാതന്ത്ര്യം ഉണ്ടാകണം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഉപയോഗിച്ച് സാത്താൻ നിന്റെ കുടുംബത്തെയും അടച്ചുപൂട്ടി വെച്ചിരിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നിന്നെ തള്ളിയിടുമ്പോൾ, നിന്റെ മരണത്തിലൂടെ അവൻ നിന്നെ പാതാളത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരണത്തിനെയും പാതാളത്തെയും താക്കോൽ കൈവശമുള്ള വിജയശ്രീലാളിതനായിരിക്കുന്ന കർത്താവ് പറയുകയാണ്, നിന്നെ ഇനി സാത്താന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല, നിന്നെ ഞാൻ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുകയാണ്. രക്തജയം. അതുകൊണ്ട് നിങ്ങൾ ആ ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ ഇന്നും നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഇന്നും മരണവാതിലിൽ ഹല്ലേലൂയ നിന്നും തൂക്കിയെടുക്കുവാൻ
ആമീൻ. യേശുവിന് ശക്തിയുണ്ട്. ഇന്നും മരണവാതിൽ കിടക്കുന്ന, മരണത്തിനടിമകളായി കിടക്കുന്ന, പാപത്തിനടിമകളായി കിടക്കുന്ന, സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ജനത്തെ വിടുവിച്ചെടുക്കുവാൻ യേശു ക്രിസ്തുവിന് ഇന്ന് ശക്തിയുണ്ട്. ദാവീദ് ഇപ്രകാരം പറയും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമീൻ. മരണവാതിലുകളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേന്ന് ദാവീദിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് 9-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. 9-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആമീൻ. യഹോവേ എന്നോട് ആമീൻ കൃപയുണ്ടാകണമേ. ഹല്ലേലൂയ വായിക്കുന്നുണ്ട്. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. 9-ാം സങ്കീർത്തനം 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമെന്ന് ദാവീദിന്റെ ഒരു പ്രാർത്ഥന ഇവിടെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, അഗാധമായ ഏതോ കഷ്ടത, വളരെ അഗാധമായ, ദാവീദിനെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, ദാവീദിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ സങ്കടമുണ്ടാക്കുന്ന ഏതോ ഒരു അഗാധമായ കഷ്ടത്തിലൂടെ ദാവീദ് കടന്നുപോയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കടന്നുപോയപ്പോൾ അതിൽ നിന്ന് ലഭിച്ച വലിയ വിടുതൽ, ദാവീദിന് അതിൽ നിന്ന് ലഭിച്ച വലിയ വിടുതലോർത്ത് മഹത്വകരമായ ഉയർച്ചയോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതാണ് ദാവീദ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്നെ ഉദ്ധരിക്കുന്നവനെ. ഹല്ലേലൂയ. ഉദ്ധരിക്കുന്നവനെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. അതെ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ദൈവത്തോട് ചേർന്ന് വസിച്ച് മരണവാതിൽ നിന്നെ പുറത്തെടുത്ത് കൊണ്ടുവരുന്ന യേശു ക്രിസ്തുവിൽ നീ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് താൽക്കാലികമായി ഈ ലോകസുഖങ്ങളിൽ അനുഭവിച്ച് ജീവിക്കാൻ കഴിയും. ഇവിടുത്തെ പ്രൗഢി അനുസരിച്ച്, നിങ്ങളുടെ പണം അനുസരിച്ച്, നിങ്ങളുടെ പണക്കൊഴുപ്പ് അനുസരിച്ച്, നിങ്ങളുടെ എല്ലാ ഗംഭീരമായ അനുഭവത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ അവസാനം നിത്യമായി നരകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ നിത്യമായി നരകത്തിലേക്ക് പോകാതെ, നരകയാതന അനുഭവിക്കാതെ, സകല ദുഷ്ടന്മാരും കിടക്കുന്ന തീപ്പൊയ്യിലേക്ക് പോയി കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ വലിയ കഷ്ടതയിലേക്ക് നീ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരണപര്യന്തം അടിമയായിരുന്ന നിന്നെ, ആ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മരണഭീതി ദൈവം നിന്നെ വിടിവിച്ച് സ്വർഗരാജ്യത്തിന് അനുഭവം തരാൻ ഒരുങ്ങിയത്. അതിനു വേണ്ടിയിട്ടാണ് യേശു സാത്താന്റെ തലയെ തകർത്ത് അവന്റെ കയ്യിലെ താക്കോൽ പിടിച്ചു വാങ്ങി, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് വിജയശ്രീലാളിതനായിരിക്കും കർത്താവ് ജയപേര് മുഴക്കി കാണിക്കുന്നത്. പ്രൈസരോ. അവിടെ നിന്നെ തകർക്കുന്ന ശക്തികളുടെ കയ്യിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അവിടെ തടവ് പുള്ളിയാണെങ്കിലും, ഹല്ലേലൂയ, മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കേണ്ടതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതകാല വർത്തമാന കാലത്തെ ഭാവി കാലത്തെ കുറിച്ച് യഥാർത്ഥമായി ബോധ്യപ്പെടുത്തി തരികയാണ് യേശു. അതിനേക്കാൾ എല്ലാം ഉപരിയായി യേശു ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരിക, യേശുവിന്റെ അധികാരം എന്തെന്ന് വെളിപ്പെടുത്തി തരിക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, കാലങ്ങൾ എത്രയാ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തെത്തി തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ തുടങ്ങിയിട്ട് 2024 വർഷമായി. ഇന്നും നിനക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്നും ഇത്രമാത്രം സുവിശേഷം നിന്റെ കാതുകളിൽ കേട്ടിട്ടും സുവിശേഷ സന്ദേശം കേട്ടിട്ടും അത് മനസ്സിലാക്കി ആ മരണവാതിൽ നിന്ന്, ആ മരണഭീതി നിനക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്നും നിനക്ക് സുബോധാത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ സുബോധത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. സുബോധാത്മാവിനെ പ്രാപിച്ച് നിന്റെ ജീവിതത്തിന്റെ ഗതിയെ പാപത്തിലേക്ക് തിരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന്, പിശാചിന്റെ ദിശയിൽ നിന്ന് മാറി ദൈവരാജ്യത്തിന്റെ മഹത്വം നീ ദർശിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് തരുന്ന വിടുതലുകളുടെ മുമ്പിൽ സാത്താൻ അവകാശം പറഞ്ഞുകൊണ്ട് വരും. ഹല്ലേലൂയ. നിനക്കൊരു സൗഖ്യം കിട്ടുമ്പോൾ, നിനക്കൊരു വിടുതൽ കിട്ടിയ സാത്താൻ പറയും അതെല്ലാം എന്റെ കഴിവാണെന്ന് പറഞ്ഞ് നിന്നെ വീണ്ടും പാപത്തിലേക്ക് തള്ളിയിടുവാൻ, അവനെ വിശ്വസിപ്പിക്കുവാൻ, അവനെ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ നിനക്ക് പ്രലോഭനങ്ങൾ തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ പാപത്തിൽ വീണ് പോകരുത്. ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ നീ വീണ് പോകരുത്. ഈ ലോകത്തിന്റെ മലിനതയിൽ നീ പോകരുത്. നീ ദൈവത്തോട് ചേർന്ന് വസിക്കണം.
യേശുവിനോട് ചേർന്ന് വസിക്കാൻ വേണ്ടിയിട്ടാണ് ആമീൻ യേശു നിന്നെ വീണ്ടെടുത്തത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ആമീൻ മരണവാതിൽ എന്ന പദം വേദപുസ്തകത്തിൽ പല പ്രാവശ്യം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മരണവാതിൽ എന്ന പദം വേദപുസ്തകത്തിൽ പല തവണ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് വാക്യം 107 സങ്കീർത്തനം അതിന്റെ 18 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു എന്ന് 107 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ലയോ, അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി എന്ന് പറയാൻ കാരണം, അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ഈ ലോകത്തിൽ അല്ലല്ല ഈ ലോക ജീവിതത്തിൽ ആമീൻ ജനം അനുഭവിക്കുന്ന, ഇസ്രായേൽ ജനം അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈ ലോക ജീവിതത്തിൽ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് മൂലം ദൈവിക നന്മ അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ട്. ഈ ലോകത്തിൽ ശാരീരികമായ ബലഹീനതകളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത് കടുക്കുമ്പോൾ നമുക്ക് ദൈവിക നന്മ അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ ജനം തങ്ങളുടെ ലംഘനങ്ങളും തങ്ങളുടെ ഭോഷത്വങ്ങളും നിമിത്തം രോഗികളായി തീർന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ യേശുവിനെ ആശ്രയിക്കും, കർത്താവ് സൗഖ്യം. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ പഴയകാല ജീവിതം നോക്കുമ്പോൾ അവരുടെ പാപമുഖാന്തരം അവർ രോഗികളായി മാറി. അവരുടെ ലംഘനത്തിലകപ്പെട്ടു. ഒരു രോഗിക്ക് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുന്നത് പോലെ നമുക്കിടെ ഒരു മനുഷ്യൻ രോഗിയായി കഴിയുമ്പോഴത്തേക്കും അവന് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നും. അവനെന്ത് രുചികരമായ ഭക്ഷണം കൊടുത്താലും അവന് കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ഭക്ഷണം കൊടുത്താലും പറയും എനിക്ക് വായിക്ക് രുചിയില്ല, ഭക്ഷിക്കാൻ അമ്മ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിയുന്നത് നമ്മളിത് രോഗികളിൽ കാണുന്നൊരു അനുഭവം. നിങ്ങൾ രോഗികളായിട്ടുണ്ടല്ലോ, അല്ലേ അറിയ? നിങ്ങളിൽ ചിലരെങ്കിലും രോഗികളായി രോഗത്താൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നും, വേണ്ടെന്ന് പറയും എന്ന് പറഞ്ഞവളാണ് ഇസ്രായേൽ ജനത്തിന്റെ ലംഘനങ്ങളും ഭോഷത്വം മുഖാന്തരം, അവരുടെ പാപം മുഖാന്തരം അവർക്ക് ഭക്ഷണം പോലും വെറുപ്പായി തോന്നി എന്നാണ് ഈ ഭാഗം പറയുന്നത്. അല്ലേരിയ ആമി സ്തോത്രം എന്ന് പറഞ്ഞാൽ അല്ലേരിയ രോഗിക്ക് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുന്ന പോലെ ഇസ്രായേൽ ജനത്തിന് ദൈവവചനമാകുന്ന ഭക്ഷണത്തോട് അവർക്ക് വെറുപ്പ് തോന്നുവാനിടയായി. സാജനത്തിന്റെ പോഷത്വ മുഖാന്തരം, ലംഘനങ്ങൾ മുഖാന്തരം ദൈവവചനമാകുന്ന ആത്മീയ ഭക്ഷണത്തോട് സാജനത്തിന് വെറുപ്പ് തോന്നി തുടങ്ങി. ഇന്നും അത് തന്നെയാണ്. ഇന്നത്തെ ജനത്തിന്റെ ലംഘനങ്ങളും പോഷത്വങ്ങളും പാപങ്ങളും മുഖാന്തരം രോഗിക്ക് ഭക്ഷണം വെറുപ്പ് തോന്നുന്ന പോലെ ഇന്നത്തെ ജനത്തിനും ദൈവവചനത്തെ, ഉപദേശത്തെ, ദൈവവചനമാകുന്ന ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷമൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളിത് കേൾപ്പിക്കണ്ട, ഞങ്ങൾക്ക് മതമുണ്ട്, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങൾക്ക് പ്രമാണമുണ്ട്, ഞങ്ങൾക്കിതെല്ലാം അറിയാം എന്ന് പറഞ്ഞ് പലരും നമ്മെ ആട്ടി ഓടിക്കുമ്പോൾ ഓർത്തോണം, ഇസ്രായേൽ ജനത്തിന്റെ ലംഘനങ്ങളും പോഷത്വങ്ങളും മുഖാന്തരം രോഗിക്ക് ഭക്ഷണം വെറുത്തതുപോലെ, ഇസ്രായേൽ ജനത്തിന് ദൈവജനം വെറുത്തതുപോലെ ഈ കാലഘട്ടത്തിലെ ജനവും ദൈവജനം ഈ പറയുന്ന സുവിശേഷത്തെ അവർ വെറുപ്പോടെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവവചനമാകുന്ന ഭക്ഷണം ദൈവത്തിന്റെ സഭ, ദൈവദാസിദാസന്മാർ നിനക്ക് നൽകിത്തരുമ്പോൾ നീ അതിനെ വേണ്ടെന്ന് പറഞ്ഞ് നീ തള്ളിവിട്ടാൽ നിനക്ക് വരാൻ പോകുന്ന കഷ്ടതയുടെ ആഴങ്ങൾ എത്ര വലുതായിരിക്കണം തിരിച്ചറിയണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് അപ്പം ജീവന്റെ അപ്പമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അവർ നിരസിച്ചത് മുഖാന്തരം മരണവാതിലുകളോട് അവർ സമീപിച്ചു എന്നതാണ്. ശ്രാജനം ജീവന്റെ അപ്പമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിരസിച്ചതുകൊണ്ട്, ലംഘിച്ചതുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തെ അവർ വെറുത്തുകൊണ്ട്, യേശുവിനോട് അവർ പാപം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അവർ മരണവാതിലുകളോട് അടുത്തു എന്നുള്ളതാണ് സങ്കീർത്തന പുസ്തകം 107:18 നമ്മൾ വായിച്ചത്. ഇന്നും അത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ പാപമുഖാന്തരം, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ പാപമുഖാന്തരം, നീ അനുദിനം ചെയ്യുന്ന പാപമുഖാന്തരം, നിന്റെ വെറുക്കൂത്ത് ജീവിത മുഖാന്തരം, നിന്റെ മാലിന്യമായ അശ്ലീലമായ ജീവിത മുഖാന്തരം നീ മരണവാതിലോട് അടുത്തുകൊണ്ടിരിക്കുക, നീ രോഗിയായിക്കൊണ്ടിരിക്കുക, നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നിന്റെ ശരീരം ദ്രവിച്ചുകൊണ്ടിരിക്കുക, നിന്നെ പുഴുവരിക്കുന്നത് പോലെ സാത്താൻ അരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ,
ദൈവവചനമാകുന്ന ഭക്ഷണത്തോട് നീ വെറുപ്പ് തോന്നി സാത്താൻ നിന്നെ തകർക്കരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവന്റെ അപ്പമായിരിക്കുന്ന യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിച്ചുകൊണ്ട് ജീവന്റെ അപ്പമായിരിക്കുന്ന വചനത്തെ ഭക്ഷണമായിട്ട് നീ ഏറ്റെടുത്ത വചനമനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിന്റെ കുടുംബം സന്തോഷമായി മാറും. ഈ പാപികളുടെ വായ് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. പാപികളുമായി അടങ്ങിയിരിക്കത്തില്ല. അവർക്ക് നേരായ രീതി സംസാരിക്കാൻ അറിയത്തില്ല. അവർ തങ്ങളുടെ ജാട, അഹന്ത, അഹങ്കാരം, അവരുടെ ഉള്ളിലെ ഈഗോ, അവരുടെ ഉള്ളിലെ സ്വയത്വം, ഞാൻ എന്നുള്ള ഭാഗം മുഴുവൻ കാണിച്ച് മറ്റു ജനത്തിന്റെ തലമേൽ കുതിര കയറാൻ തുടങ്ങും. ചിലർ കാണത്തില്ലേ, അങ്ങനെയൊക്കെയാ. പാപിയായ മനുഷ്യന് പരിജ്ഞാനമില്ല, പാപിയായ മനുഷ്യന് വിവേകമില്ല, പാപിയായ മനുഷ്യന് സുബോധമില്ല. അപ്പം പരിജ്ഞാനവും വിവേകവും സുബോധമില്ലാത്ത മനുഷ്യനെ ഭരിക്കുന്നത് സാത്താനാ. അവൻ സാത്താന്റെ വാക്കുകളെ ഉച്ചരിക്കത്തുള്ളൂ, സാത്താന്റെ വാക്കുകളെ അവന്റെ വായിൽ വരുള്ളൂ. അത് അശ്ലീലമായിരിക്കും, അത് മറ്റുള്ളവരെ തേജോവധം അവൻ ദോഷപ്പെടുന്നതായിരിക്കും. പക്ഷേ അനവധി കുടുംബങ്ങളും അങ്ങനല്ലേ കാണുന്നത്. അല്ലേ? ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, നീ പിശാചിന്റെ അടിമയായി ജീവിക്കരുത്, സാത്താന്റെ അടിമയായി ജീവിക്കരുത്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ജീവന്റെ അപ്പമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശുവിനെ നീ അനുഗമിക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സാത്താൻ ഒരു പർദീസ ഒരുക്കുന്നുണ്ട്, പാതാള പർദീസ. ആമിലല്ലേ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമ്മൾ പറയുന്ന വിശുദ്ധന്മാർ ചെന്ന് ആ പാതാള പർദീസ. ഇന്ന് സാത്താൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന നരക പർദീസ, നരകം. ആ പർദീസയിൽ നിന്ന് കെടാത്ത തീയും ചാകാത്ത പുഴുവാ സാത്താൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന പർദീസയിൽ. കെടാത്ത തീയും ചാകാത്ത പുഴു സകല ദുഷ്ടന്മാരും അവിടെ ഉണ്ട്. നീ അങ്ങോട്ട് പോകാനാണെങ്കിൽ പിശാചിനെ അനുസരിച്ച് ജീവിക്കാം. അല്ല, നീ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗീയ പർദീസിലേക്ക് പോകാനാണെങ്കിൽ നീ ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ, വചനത്തെ അനുസരിച്ച്, വചനം നിന്റെ ജീവിതത്തിൽ ഭക്ഷണമായി വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. രക്തം. ചിലർക്ക് അനുഗ്രഹം മാത്രം മതി, ചിലർക്ക് പ്രാർത്ഥന മാത്രം മതി, ചിലർക്ക് അനുഗ്രഹം മാത്രം, ചിലർക്ക് സൗഖ്യം മാത്രം മതി. ചിലർക്ക് വിളിക്കും, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്തിനാണെന്നറിയത്തില്ല, അവർ പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവരിങ്ങനെ എല്ലാവരും പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് എന്താണ് പ്രാർത്ഥന പോലും അറിയത്തില്ല. പ്രാർത്ഥിക്കുന്നവരാണെന്ന് അറിയുമ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണോ പറയും. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സങ്ങളുണ്ടായിട്ടും മടിയുണ്ടായിട്ടുമില്ല. നീ എന്തിനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള സുബോധം നിനക്കുണ്ടാകണം. നീ പാപത്തിന് അടിമയാ, ശാപത്തിന് അടിമയാ, മരണത്തിന് അടിമയായി ജീവിക്കുക. നീ മരണഭീതിയിൽ കഴിയുക. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് നിന്റെ കുടുംബം കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, കുടുംബം തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ, ജീവിതം തകർന്ന് നിരാശയിലാണെങ്കിൽ, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ മരണവാതിലുകളിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യം തരാൻ യേശുവിന് കഴിയും. നീ എത്ര വലിയ പാപിയായാലും നീ കർത്താവിന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ യേശു നിന്നെ സ്നേഹിച്ചതിന്റെ പാപത്തിന് പരിഹാരം തന്ന് നിനക്ക് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അതൊക്കെയാണ്. അപ്പം ഹല്ലേലൂയ. അപ്പൊ അന്തിക്രിസ്തുവിന്റെ ഭരണം നടക്കുവാൻ പോകുന്ന ഒരു സംഭവത്തെ വെളിപ്പാട് പുസ്തകം 6:8 വായിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ, പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ട് മൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചുവെന്ന് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 6:8 വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും തീപ്പുകയിൽ തള്ളിയിട്ട് ഈ തീപ്പുകയിൽ രണ്ടാമത്തെ മണ്ണമെന്ന് വെളിപ്പാട് പുസ്തകം 20:14. ഇതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്നും മാനസാന്തരപ്പെടാതെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ പരാജയം എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരാണ്, ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനത്തെ നിനക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ഏതെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥത നിനക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ? സമാധാനമായി ജീവിക്കുന്ന കുടുംബങ്ങൾ പോലും കണ്ണുനീരിന്റെ നടുവിലേക്ക് കടന്നു പോവുക. കാരണം ലോകത്തിന്റെ സകലമായ അശ്ലീലങ്ങളും മനുഷ്യനെ പിശാച് കൊണ്ടുവരുന്നു. അല്ലേ? അപ്പം ദൈവവചനം കേൾക്കാൻ വരുന്നവരെ പോലും കേൾപ്പിക്കത്തില്ല. ദൈവവചനം കേൾക്കാൻ വരുന്നവനെയും ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടാൻ കടന്നു വരുന്ന ജനത്തെ പോലും സമ്മതിക്കാതെ അവരെ കൂടെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന സാത്താന്യ ശക്തികൾ നിനക്ക് ചുറ്റിലുമുണ്ടെന്ന്.
ഹല്ലേലൂയ. ഞാൻ സുവിശേഷം പലരോടും പറയുമ്പോൾ ഞാൻ സുവിശേഷമാണെന്ന് പറയുന്നെന്ന് അവർക്കറിയാം. അതറിയുമ്പോൾ സുവിശേഷം കേൾക്കാൻ വരുന്ന മനുഷ്യനെ പറഞ്ഞ് പിന്തിരിപ്പിച്ച് അവനെ അതിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ അവളെ അപവാദം പറഞ്ഞ് മാറ്റിക്കൊണ്ടു പോകുന്ന ദുഷ്ടശക്തികൾ നിന്റെ അരികിലുണ്ട്, നിനക്ക് ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചറിയണം. പിശാച് നിനക്കെതിരെ വലിയ കെണി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നീ തിരിച്ചറിയാൻ. പാപത്തിൽ വീണ് പോകരുത്. അല്ലേലിയ. പാപത്തിൽ നീ പുറത്തു വരണം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ നിനക്ക് ദൈവരാജ്യത്തിന്റെ വാതിൽ തുറന്നു തരിക. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങണം. പാപത്തിലേക്ക് നീ വീഴരുത്. പെന്തക്കോസ്ത് നാളിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ എണ്ണം 5000 പുരുഷന്മാരുടെ എണ്ണം. അങ്ങനെ 1-ാം നൂറ്റാണ്ട് തൊട്ട്, യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തൊട്ട് ഇന്നുവരെ ദൈവസഭ വളർച്ചയില്ല. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്, തകർന്നുകൊണ്ടിരിക്കുന്നതല്ല, വളരുന്ന പ്രസ്ഥാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ എല്ലാവരും ഇന്ന് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും ഇന്ന് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിലുള്ള 800 കോടി ജനങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷെ എല്ലാവർക്കും ഇവിടെ പോകാനായിട്ട് പറ്റണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. മരണത്തിനെയും പാതാളത്തിനെയും താക്കോൽ കൈവശമുള്ള യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കുകയാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവരാജ്യത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറന്നിട്ടുണ്ടോ? ദൈവരാജ്യത്തിലേക്ക് പോകുമുള്ള വഴി നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ദൈവരാജ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആരാണ് നിന്നെ കൈപിടിച്ച് സഹായിക്കുന്ന നിനക്ക് ബോധ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ നീ തിരിച്ചറിയണം. സ്വർഗരാജ്യത്തിന്റെ വാതിൽ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ വാതിൽ യേശുവാ. ആ വാതിലൂടെ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. വേറെ വാതിലുകളില്ല. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേറെ വാതിലുകളില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യേശുക്രിസ്തുവാകുന്ന ഏക വാതിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് കുറുക്കുവഴി ഉപയോഗിക്കാതെ, കുറുക്കുവഴിയിലൂടെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ള തന്ത്രങ്ങളിൽ, ഉപദേശങ്ങളിൽ നീ കുടുങ്ങിക്കിടക്കാതെ വലിയ ആടുകളുടെ വാതിലായിരിക്കുന്ന, അതിന് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിച്ചാൽ മതി. ആടുകളുടെ വാതിലായിരിക്കുന്ന യേശു ക്രിസ്തു, നല്ല ഇടയനായിരിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ദൈവത്തിന് വചനം നോക്കുക. കർത്താവ് വിജയ ഗംഭീരമായി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് പറയുക. യേശു ലോകത്തോട് സാത്താനെ വെല്ലുവിളിച്ച് പറയാ, എടാ സാത്താനെ, പിശാചേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നിന്റെ കൈ നീ പിടിച്ചു വാങ്ങി. മരണഭീതിയാൽ അടിമകളായിരുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി. ഇന്ന് ഭൂമി ജീവിക്കുന്ന ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് നല്ലിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ദൈവരാജ്യത്തിന്റെ വാതിൽ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുക. സാത്താനെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു പറയുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യന്മാർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാന, ഉയർപ്പിനോട് ശേഷം, സ്വർഗ്ഗാരോട് ശേഷം ക്രിസ്തുവിൽ മരിക്കുന്നവരെല്ലാം ഭാഗ്യവന്മാർ. വിശുദ്ധന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന നിങ്ങൾ 116-ാം സങ്കീർത്തനമൊക്കെ വായിക്കണം. അതിന്റെ 15-ാമത്തെ വാക്യം തോന്നും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ പദം പറയാറുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറരുത്. ഭക്തന്മാരുടെ മരണമാണ് കേട്ടോ ദൈവത്തിന് വിലയേറരുത്. അല്ലാതെ ഇവിടെ കള്ളും കുടിച്ച്, ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിച്ച്, ഭവനത്തിൽ കലഹമുണ്ടാക്കി, രാഷ്ട്രീയവും പറഞ്ഞു, മതവും പറഞ്ഞു, മതത്തിന് വേണ്ടി പ്രാമേലടിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച്, വർഗീയതയുണ്ടാക്കി, തീവ്രവാദം, ഭീകരവാദം ഒക്കെ ചെയ്ത് ഈ ഭൂമിയിലെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ മരിച്ച വീട്ടിൽ ചെന്നിട്ട് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാന്ന് പറഞ്ഞാൽ അത് വെറും വ്യർത്ഥവാക്കുകളാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയെന്ന് പറയുമ്പോൾ വിശുദ്ധിയോടെ ജീവിച്ച ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്.
അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായിട്ട് ഭക്തന്മാരുടെ മരണമെല്ലാം ദൈവത്തിന് വിലയേറിയതാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, കർത്താവിന്റെ നോട്ടത്തിൽ നിങ്ങൾ വിലയുള്ളവരാണ്. ഇപ്പോൾ മരണം തീർക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരതയും വെളിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് 2 തിമോഥെയോസിന്റെ ലേഖനം 1:10 പറയുന്നത്. അത് മരണഭീതിയിലായിരുന്നതിനെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. പാപത്തിന് ശാപത്തിന് ദൈവത്തിനെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശു പറയുക, ഇന്ന് നീ സാത്താന്റെ അടിമത്തത്തിൽ പുറത്തു വരണം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം കൂടി നീ ഓടരുത്. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും, എന്തിനാ പണം കൊടുത്ത് ഈ മണ്ണ് മുഴുവൻ വാങ്ങി വിലയ്ക്ക് വാങ്ങിയാലും, വലിയ വലിയ സൗദങ്ങൾ പണമാലും, വലിയ വലിയ വിലയേറിയ ഡ്രസ്സുകൾ ധരിച്ചു നടന്നാലും, എത്ര വലിയ കൂട്ടുസൂട്ട് അണിഞ്ഞു നടന്നാലും, ഹല്ലേലൂയ, നിനക്ക് എത്രമാത്രം പേര് പ്രശസ്തി ഉണ്ടെങ്കിലും, നീ മരിക്കുന്ന സമയത്തും ഒരു യാചകൻ മരിക്കുന്ന സമയത്തും ആ മരണം ദൈവത്തിന് തുല്യമാണ്, ഒരുപോലെ. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച മനുഷ്യനാ നീയെങ്കിൽ, എത്ര വലിയ പോലീസനായിരുന്നാലും യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ മരണം ദൈവത്തിന് വിലയേറുക. ക്രിസ്തുവില്ലാതെ മരിക്കുന്ന നിന്റെ ജീവിതം വലിയ അരാജകത്വമാണ്. അതൊരു യാചകൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ യാചകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് നടന്നവൻ മരിച്ചാൽ ആ യാചകന്റെ മരണവും യഹോവയ്ക്ക് വിലയേറിയതാണ്. മരണം കർത്താവിന് മരണത്തിന്റെ സമയത്ത് മരണത്തിന് കർത്താവിന് മുഖപക്ഷമില്ല. എല്ലാവരും ഒരേ നീതിയാണ് ദൈവം പുലർത്തുന്നത്. ഇവിടെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, മാനസാന്തരപ്പെട്ട് മടങ്ങുക. പാപത്തെ നീ ഉപേക്ഷിച്ച് മടങ്ങുക. വിശുദ്ധ ജീവിതം നയിക്കുക. കർത്താവ് വരാൻ സമയമായി. ഇന്നും നിന്റെ കുടുംബം സാത്താന്റെ ആധിപത്യത്തിലാണ്. സാത്താനാണോ നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത്? നിന്നെ നിയന്ത്രിക്കുന്നത് സാത്താനാണോ? നിന്റെ തലമുറയെ നിയന്ത്രിക്കുന്നത് സാത്താനാണോ? സാത്താന്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിന്റെ ആവിശുദ്ധ കൂട്ടുകെട്ടുകളിലാണോ നീ കടന്നു പോകുന്നത്? എങ്ങനെയെങ്കിൽ നീ മടങ്ങി വരണം. നിനക്ക് മരണം ഏത് സമയത്ത് സംഭവിക്കാം. നീ നടന്നു പോകുന്ന വഴിക്ക് നിനക്ക് മരണം വരാം. നീ ജോലി ചെയ്യുന്ന സമയത്ത് നിനക്ക് മരണം വരാം. നീ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് നിനക്ക് മരണം വരാം. നീ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നിനക്ക് മരണം വരാം. നിന്റെ യാത്രമധ്യേ നിനക്ക് മരണം വരാം. നീ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് മരണം വരാം. നീ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിനക്ക് മരണം വരാം. നീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണം വരാം. മരണം ഏത് സമയത്തും വരും. സമയം നിശ്ചയമല്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിൽ മരണം ഏത് സമയത്തും വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് രക്തക്ഷയം നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശുവിനെ സ്വന്തം വിശുദ്ധാപിതമായി സ്വീകരിച്ച് നീ പ്രത്യാശയോടെ ജീവിക്കണം. അപ്പൊ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രത്യാശ ഉണ്ടാകണമെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ കൈകളിലിരുന്ന താക്കോലുകളെ വാങ്ങി സ്മിത്ത് വിഗിൻസ്വർത്ത് എന്ന ഭക്തൻ 23 പേരെ ജീവനോടെ എഴുന്നേൽപ്പിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവിന്റെ കൈവശമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, വായിച്ചല്ലോ. സ്മിത്ത് വിഗിൻസ്വർത്ത് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്തൻ ആ താക്കോൽ ഉപയോഗിച്ച്, കർത്താവിന്റെ താക്കോൽ ഉപയോഗിച്ച് മരിച്ചുപോയ 23 പേരെ ജീവനോടെ ഉയർപ്പിച്ചു എന്നുള്ള സാക്ഷ്യം നിലനിൽക്കുക. ഹല്ലേലൂയ. പാസ്റ്റർ പോൾ രോഗിച്ചു മരിച്ചുപോയ തന്റെ 2ാമത്തെ മകനെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു. പോൾ യോഗിച്ചോയുടെ മകൻ മരിച്ചുപോയി. 2ാമത്തെ മകൻ മരിച്ചുപോയ മകനെ താൻ ഈ താക്കോൽ ഉപയോഗിച്ച് ഉയർപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മെരിദാർ എന്ന് പറയുന്ന ഭക്തൻ, ഹല്ലേലൂയ, മെരിഡാൻ എന്ന് പറയുന്ന ഭക്തൻ മരിച്ചുപോയ തന്റെ മരിച്ചുപോയ ഒരു പ്രേതത്തെ 10 ദിവസത്തിന് ശേഷം ജീവനോടെ എഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ പേര് മെരിദാർ എന്നാണ്. മെരിദാർ എന്ന് പറയുന്ന ഭക്തൻ മരിച്ചുപോയ ഒരു പ്രേതത്തെ 10 ദിവസത്തിന് ശേഷം ജീവനോട് ഉയർപ്പിച്ചു. അപ്പൊ ദൈവരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ള ദൈവസഭയ്ക്കാണ് പരമാധികാരം. ദൈവരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ള ദൈവഭക്തന്മാരായിരുന്ന സ്മിത്ത് വിഗിൻസ്വർത്തിനും പോൾ യോഗിച്ചോയ്ക്കും മെരിദാർ എന്ന് പറയുന്ന ഭക്തന്മാർ മരിച്ചവരെ ജീവനിലേക്ക് മടക്കിക്കൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ ഇന്നും ഈ വചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നേ, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചുവെന്ന് വെളിപ്പാട് പുസ്തകം 12:11 വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. വായിച്ച വചനത്തിലേക്ക് ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്താണ് വായിച്ച വചനം? ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഹല്ലേലൂയ എന്റെ കൈവശമുണ്ടെന്ന് യേശു പറയുക.
ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളം താക്കോൽ എന്റെ കൈവശമുണ്ട്. അത് ഇന്ന് പകരം കേൾക്കുന്ന മാതാപിതാവേ, മരണത്തിന്റെയും പാതാളം താക്കോൽ കൈവശമുള്ള യേശുവിനെ നീ അനുഗമിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകുകയില്ല. ആരെങ്കിലും ലോകത്തിന്റെ പാപങ്ങൾ കണ്ണതിലൂടെയാണ് ജീവിക്കുന്നത്, കുടുംബത്തിൽ സമാധാന ശാപത്തിലാണോ, ഇന്ന് പകൽ യേശുവിന്റെ നിന്റെ ജീവിതം വിട്ടുകൊടുക്കാമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനമുണ്ട്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഇവർ കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരതലോക 800 കോടി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാർത്തകൾ രാജ്യപ്പെടുത്തുന്ന അച്ഛന യാചകർ, ഓർഫനേജ്, ഓൾഡ് യൂത്ത്, തടവറയിലേക്ക്, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, അമ്മയെ ഭരിക്കുന്ന രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിലിരിക്കുന്ന എല്ലാ ട്രൈബൽ മേഖലയെ ജനതയും ഓർത്ത് പ്രാർത്ഥി. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കത്തരത്തുകളെ കാക്കുന്ന BSCR ക്രമസമാധാന പാലി നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ കർത്താവിന്റെ ജുഡീഷ്യൽ വിവിധ സെക്ഷനുകളെ, സഹകരണ പുതുമ, ആരോഗ്യമേഖല, സാമ്പത്തിക മേഖലയിലെ ആമി, എല്ലാ കർത്താവി സ്തോത്രം, എല്ലാ ബാങ്ക് മേഖലയിലും, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും, എല്ലാ മത, സാമൂഹിക, സംസ്കാര, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ രാഷ്ട്രീയക്കാരും, മതഭക്തന്മാരെയും, എല്ലാ ഭരണവിശ്വാസം, കരിയിലും കടയിലും ആകാശമാർക്കും വാഹനോടി യാത്ര ചെയ്യുന്നവരെ, വാഹനം സെയിൽസ് ചെയ്യുന്നവർ, കടയിലൂടെ വസതി മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, കനികൾ, കമ്പനി, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, വല്ല വഴിയോര കച്ചവടക്കാരെ, വലിയ വ്യാപാരി, വ്യവസായം, ക്ഷീരമേഖല, കർഷകമായി ജോലി ചെയ്യുന്നവർ, കർത്താവി, കർഷകനെ, മെക്കാനോ, മോട്ടോർ യൂണിയനകത്ത് എല്ലാ ട്രൈബിസിനെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യത്തിന്, മയക്കുവിന്, പൻസിലക്കരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, എല്ലാ ലോകചുരിക, തീവ്രവാദ, ഭീകര, വർഗീയപ്പെട്ട് കിടപ്പാൻ മരണഭീതിയിലായിരിക്കുന്ന സകല ജനത്തെയും ഇന്ന് വലങ്ങളുടെ കരങ്ങളിൽ പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, ബന്ധനത്തിൽ നിന്ന് ആമി ജനങ്ങൾ വിടിവിക്കപ്പെട്ട് കുടുംബ സ്വസ്ഥമായി സമാധാനമായി തീരുവാൻ യേശുവിനെ അനുഗമിക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ, ജീവനും മരണഭീതിയിലായിരിക്കുന്ന ജനത്തെ ഇന്ന് പകൽ കർത്താവ് വിടിവിച്ച് സ്വർഗരാജ്യ താക്കോൽ പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാർക്ക് തുറന്നതുപോലെ, കൊർന്നേലിയോസിന്റെ ഭവനത്തിലും ലൂത്തിയുടെ കുടുംബത്തിലും ഒക്കെ തുറന്നതുപോലെ കർത്താവ് ശക്തമായി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ആമേസ്മിത്ത് വികസനത്തിന് ഉപയോഗിച്ചപ്പോൾ ഉപയോഗിച്ച ദൈവമേ, നാളെ ദൈവദാസനെ ഉപയോഗിച്ച ദൈവമേ, ഈ ജനത്തെ ഈ കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിനോട് പ്രയോജനപ്പെടുത്തോട്ടെ ആകണമേ. എല്ലാ പാപശാപ രോഗങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.